ഹായ് ഓൾ. ജൂലൈ 2026 2025 ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് വളരെ സന്തോഷം നിറഞ്ഞ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന സൂയിസൈഡിനുള്ള പ്രധാനപ്പെട്ട കാരണം സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റമിക് ഫെയിലിയർ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ടുള്ള റീസൺസും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ജെ റൂസോയുടെ എമിലി ഓൺ എഡ്യൂക്കേഷൻ എന്ന 1979 ഒരു പുസ്തകത്തിനെ ബഹുമാനപ്പെട്ട കോടതി റെഫർ ചെയ്യുകയുണ്ടായി ഈ ഒരു വിധി നൽകുന്നതിലേക്കായി. അതിലേക്ക് എത്തപ്പെട്ട കാരണങ്ങളെക്കുറിച്ചിട്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോടും അധ്യാപകരോടും ഞാൻ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന എഡ്യൂക്കേഷണൽ കൺസൾട്ടൻറ്റുകളോടും ഒക്കെ പറയാനുള്ള ഒരു ചെറിയ കാര്യം പറയാനാണ് ഈ വീഡിയോ. സ്വാഗതം. എന്തുകൊണ്ട് സിസ്റ്റം ഫെയിലുവർ ഉണ്ടാകുന്നു, എന്തുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഇങ്ങനൊരു വിധിയിലേക്ക് എത്തപ്പെട്ടത്, ഇതൊരു അവയർനെസ് വീഡിയോ കൂടെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. ഏതാണ്ട് 2023 ജൂലൈ മാസം 14 ഒരു 17 വയസ്സുള്ള കുഞ്ഞ് വിശാഖപട്ടണത്തുള്ള ആകാശ് ബൈജു എൻട്രൻസ് ഓറിയൻറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എല്ലാവർക്കും അറിയാം. കോച്ചിങ് സെൻറ്ററിൻ്റെ ഹോസ്റ്റലിൻ്റെ മുറിയിൽ നിന്നും താഴെ വീണ് മരിച്ചു, അല്ലെങ്കിൽ താഴേക്ക് ചാടി മരിച്ചു, എന്തോ ആവട്ടെ. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് 2024 ഫെബ്രുവരി 14 വിശാഖപട്ടണത്ത് ഈ സംഭവിച്ച ഈ കാര്യം UP ഹൈക്കോർട്ട് കേസ് ആത്മഹത്യ അല്ല എന്ന്, അല്ലെങ്കിൽ കേസ് റദ്ദ് ചെയ്യപ്പെട്ടു. അത് CBIയിലേക്ക് കഴിഞ്ഞ 2 വർഷത്തെ മരിച്ചുപോയ പെൺകുട്ടിയുടെ അച്ഛൻ്റെ നിയമയുദ്ധം കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജൂലൈ മാസം 26 പുറപ്പെടുവിച്ച ഒരു വലിയ ഓർഡറാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിരന്തരമായ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നു എന്ന് നില സ്കൂൾ ഓഫ് ഹാപ്പിനെസ്സിൻ്റെ ഇതേ മീഡിയയിലൂടെ ഞാൻ ഒരുപാട് തവണ കുറച്ച് എൻ്റെ ചെറിയ അറിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സിസ്റ്റമിക് ഫെയിലുവറിന് പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് റൂസോയുടെ ഈ പുസ്തകത്തിൽ 1979 നിങ്ങളെല്ലാവരും വായിക്കേണ്ട വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചിട്ടുള്ള പുസ്തകമുണ്ട്. എല്ലാ സ്കൂൾ നടത്തിപ്പുകാരും, എല്ലാ സ്കൂളിലെ അധ്യാപകരും, എല്ലാ സംവിധാനങ്ങളും, ഈ സിസ്റ്റവും, ഈ ഗവൺമെൻറ് എന്ന സിസ്റ്റവും, എഡ്യൂക്കേഷൻ സിസ്റ്റവും, എല്ലാ കോച്ചിങ് സെൻറ്ററുകളും എല്ലാവരും നിരന്തരമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കോട്ട് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് വിദ്യാഭ്യാസം സൊസൈറ്റൽ നോംസിനനുസരിച്ചും അതിൻ്റെ പദവികൾക്കനുസരിച്ചും സ്റ്റാറ്റസ് കോയ്ക്കനുസരിച്ചും എന്തുകൊണ്ട് കുട്ടികളിലേക്ക് നിർബന്ധമായും തോറ്റുപോകുക എന്നുള്ളതും ഒരു എക്സാമിനേഷന് നമ്മൾക്ക് മാർക്ക് കുറയുക എന്നുള്ളതും സഹിക്കാൻ കഴിയാത്ത രീതിയിൽ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ സമ്പ്രദായവും സിസ്റ്റം ഫെയിലുവറും ഉണ്ടാകുന്നു എന്ന് തികച്ചും വ്യക്തമായി ചോദിച്ചിരിക്കുകയാണ്. നിരവധി കോച്ചിങ് സെൻറ്ററുകൾ നമ്മൾക്കുണ്ട്. എൻ്റെതും ഒരു ഹാപ്പിനെസ് കോച്ചിങ് സെൻറ്ററാണ്. എത്രത്തോളമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലേണർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നത്. ചിലപ്പോൾ ഇതിന് പകരമായി നിങ്ങളിൽ പലരും പറയാമായിരിക്കാം, അങ്ങനെ പഠിപ്പിച്ചാൽ കുട്ടികൾ പഠിക്കുമോ എന്നത്. പക്ഷേ അങ്ങനെ പഠിപ്പിച്ചാൽ മരിച്ചു പോകുന്നവരുടെ എണ്ണം വെറുമൊരു കൊട്ടേഷനിൽ നമ്മൾ കൊടുത്തിട്ട് അതിന് വൾണറബിളായിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ടോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സൂയിസൈഡിനെ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് ഗാസയിൽ 18,000 കുട്ടികൾ മരണപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ പറയുന്നത് മറ്റൊരാൾ കൊല്ലുന്നതാണെങ്കിൽ അതേ അർത്ഥത്തിൽ തന്നെ ഞാൻ പറയും, ഇത്രയും അധികം കുട്ടികൾ എന്തുകൊണ്ടാണ് പഠനത്തിൻ്റെ എക്സാമിനേഷൻ്റെ പേടി കൊണ്ട് മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്? എന്തുകൊണ്ട്? സംവിധാനങ്ങളുടെ ഫെയിലിയർ അല്ലേ ഇത്? നമ്മളെല്ലാവരും മാറിത്തിരിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓരോരോ ദിവസം ഓരോരോ ചർച്ചകൾക്കകത്ത് പോകുമ്പോൾ
നമ്മൾ വെറുതെ ഇഫക്റ്റ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മൾ ആരെങ്കിലും എന്തുകൊണ്ട് ഈ സൂയിസൈഡ് എന്ന് കോച്ചിങ് സ്ഥാപനങ്ങളുടെ ഉടമകളെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? എത്രയോ പേർ കുട്ടികളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? തികച്ചും ഞാനും, ഞാൻ അങ്ങനെ ഒരു പാരൻ്റ് ആണെങ്കിൽ ഞാനും നിങ്ങളും എല്ലാവരും ഇത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നതിന് ഉത്തരവാദികളല്ലേ? അപ്പോൾ നമ്മൾക്ക് ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ മുന്നിൽ ഏതാണ്ട് 61 പേജുകളുള്ള ഈ ഒരു ജൂലൈ 26 2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമുക്ക് നൽകിയിരുന്ന, എല്ലാവർക്കും അവൈലബിൾ ആണ് ഇത് നെറ്റിൽ, ഈ കോർട്ട് ഓർഡർ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. എല്ലാവരും വായിക്കേണ്ടത് നിർബന്ധമാണ്. തനതായ രീതിയിൽ പ്രൊഫഷണലായ ട്രെയിൻഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർബന്ധമാക്കേണ്ടത് എത്രയോ മുന്നേ CBSEയും സ്റ്റേറ്റ് സ്കൂളുകളും കോളേജുകളും എല്ലാം കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷേ ഇത് എത്ര പേർ നടപ്പിലാക്കുന്നുണ്ട്, ഈ നടപ്പിലാക്കുന്നതിന് എത്ര പേർ മിനക്കെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ, എന്തുകൊണ്ട് ഇത് വേണമെന്നതിനെക്കുറിച്ചും കുറച്ചുകൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ സംസാരിക്കുന്നതിലെ പ്രധാനപ്പെട്ട കാരണം ഇത് നമ്മൾ സ്കൂളുകളിലേക്ക് അയക്കുന്ന കോച്ചിങ് സെൻറ്ററുകളിലേക്ക് അയക്കുക. എനിക്ക് നിരവധി കോച്ചിങ് സെൻറ്ററുകളിൽ നിന്നും സ്ട്രെസ് കൂടിയിട്ടുണ്ടാവുന്ന കുട്ടികൾ പലവിധം സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ട് കുട്ടികൾ വരാറുണ്ട്. ഞാൻ കൃത്യമായി പറയുന്നത് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോപ്പ് കോച്ചിങ്ങും ഹാപ്പിനെസ് കോച്ചിങ്ങും ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്നതിനേക്കാൾ ഉപരി സമാധാനമായിട്ട് ഒരു ദിവസം ആ കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് കുട്ടിയെ എത്തിക്കുന്നതിന് എന്തൊക്കെ നിലപാട് നമുക്ക് എടുക്കാൻ പറ്റുമോ ആ നിലപാടെടുക്കുന്നതിൽ എന്തുകൊണ്ടാണ് സോഷ്യൽ നോംസ്, നമ്മൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ സമൂഹം എന്തുകൊണ്ടാണ് ഇത് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകമുണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ്. നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ചിലരെങ്കിലും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് എന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴായിട്ട് ശരിയാണ്, ഞാനായാലും ജോലി ചെയ്യുന്നതിൻ്റെ കൂലി ചോദിച്ചു വാങ്ങുക തന്നെ വേണം. പക്ഷേ നമ്മളൊരു ജോലി ചെയ്യുക എന്നത് വളരെ നിർബന്ധമാണെന്നിരിക്കെ നമ്മളിൽ എത്ര പേരാണ് ഇത്തരത്തിലുള്ള ഫിലോസഫിക്കൽ പുസ്തകങ്ങൾ, 1950s ഈ പുസ്തകമൊന്ന് വായിച്ചാൽ അതിൽ ജിദ്ദു കൃഷ്ണമൂർത്തി വ്യക്തമായി പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു ലേണർ സെൻട്രിക് ആയിരിക്കണം. അത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടി പേടിച്ച് അതിൻ്റെ എന്താ പറയുക A+ ഗ്രേഡുകൾ, ഞാൻ എൻ്റെ രീതിയിൽ പറയണം അദ്ദേഹം പറഞ്ഞ വാക്കുകളെ, കൂടുതലായിട്ട് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക്, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അളക്കുന്ന രീതിയിലേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പേടി കൊണ്ട് കുട്ടികൾ പഠിക്കുന്നത്, കമ്പൾഷൻ കൊണ്ടും കമ്പാരിസൺ കൊണ്ടും കുട്ടികൾ വളരെയധികം പുഷ് ആൻഡ് പുൾ കൊണ്ട് പഠിക്കുന്നൊരു രീതി തികച്ചും തെറ്റാണ് എന്ന് പറഞ്ഞ ഇത്തരം മിടുക്കരായ എഴുത്തുകാരുടെ, ഫിലോസഫേഴ്സിൻ്റെ പുസ്തകം ഈ ജൂലൈ 26 ഈ പറയുന്ന സിസ്റ്റം ഫെയിലുവറാണ് സൂയിസൈഡ് കൂടുന്നത് എന്ന് സുപ്രീം കോർട്ട് കൊണ്ടുവന്ന ഈ ഒരു രൂപരേഖയിൽ, ഒരു ഗൈഡ് ലൈനിൽ വളരെ വ്യക്തമായി സിദ്ധു കൃഷ്ണമൂർത്തിയുടെ ഈ പുസ്തകം റെഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ മുഖവിലക്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകതകൾ, കുറേ പേര് മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാമായിരിക്കും, ഒരു ബോട്ട് അപകടം വരുമ്പോഴാണ് നമ്മൾ നിയമങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്നത്. എന്തുകൊണ്ട് ബോട്ട് അപകടം വന്നു, ലൈസൻസ് ഉണ്ടോ എന്ന് നമ്മൾ അപ്പം ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് വൈകിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ എണ്ണം എക്സാമിനേഷൻ ബ്രേക്ക് ഔട്ട് ആണ് എന്ന് സുപ്രീം കോടതി പറയുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ചില മാധ്യമങ്ങൾ മാത്രം ഇത് റിപ്പോർട്ട് ചെയ്തു പോയതേ കണ്ടുള്ളൂ. പക്ഷേ ഇത് ചർച്ചയായത് ഞാൻ കണ്ടില്ല. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രാധാന്യമുണ്ട് എന്ന് ആർക്കും തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ വ്ളോഗേഴ്സോ പോഡ്കാസ്റ്റ് മീഡിയാസോ ഒന്നും ഇത് ചർച്ച ചെയ്തതായിട്ട് ഈ കഴിഞ്ഞ ഒരു മാസവും കണ്ടില്ല. റിപ്പോർട്ട് വന്ന് ഇന്നേക്ക് ഒരു മാസമാകാൻ പോകുന്നു. തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നു എന്നതിലേക്ക്. സോ ഞാൻ കൃഷ്ണമൂർത്തി സാറിൻ്റെ പുസ്തകം റെഫർ ചെയ്തതിന് കാരണം, കേൾക്കുന്ന ആരെങ്കിലും ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം സ്കൂളിലും സമൂഹത്തിലും ട്യൂഷൻ സെൻ്ററുകളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമെന്ന വിശ്വാസത്തോടു കൂടിയാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ 2022 റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് സൂയിസൈഡ് ഇൻ ഇന്ത്യ,
അതിൻ്റെ കണക്ക് ഏതാണ്ട് 2021 1,64,333 ആയിരുന്നത് നമ്മൾ 2022 ആയപ്പോൾ കൊറോണ സമയമായിട്ടും 1,70,924, അതായത് 1,70,70,000 കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്യുന്നതിലേക്ക് അത് വളർന്നു. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 7.6% കുട്ടികളുടെ സൂയിസൈഡ്. ഇതിൽ 2,248 കുട്ടികൾ പരീക്ഷ ഫെയിലുവർ ആയതിനാണ്, പരാജയപ്പെട്ടതിനാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 5,425 കുട്ടികൾ 2001 പരീക്ഷ തോറ്റതിന് മരണപ്പെട്ടിട്ടുണ്ട് കൊറോണ സമയത്ത്. പക്ഷേ അതിൽ നിന്ന് 2022 ആയപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 13,044 മക്കൾ പരീക്ഷ തോറ്റതിന് നമ്മളെ വിട്ടുപോയിരിക്കുന്നു. ഈ സുന്ദരമായ ലോകം കാണാൻ കഴിയാതെ പോയിരിക്കുന്നു. ഞാനും പരീക്ഷയിൽ, മാത്തമാറ്റിക്സ് പരീക്ഷയിൽ തോൽവി നേരിട്ടിട്ടുള്ള ആളാണ്. സ്പെഷ്യലി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറിൽ, സൈക്കോളജിയിൽ എനിക്കും വളരെയധികം വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്ന് നോക്കൂ, തീർച്ചയായിട്ടും പഠിക്കാനുള്ള അല്ലെങ്കിൽ പരീക്ഷ എന്നുള്ളത് നിർബന്ധമായ അല്ലെങ്കിൽ ജീവിതത്തിൽ അടുത്ത തലത്തിലേക്ക് പോകുന്നതിന് പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ മരണങ്ങൾ ഏതാണ്ട് സൂയിസൈഡ്, മെയിൽ സ്റ്റുഡൻറ്റ് സൂയിസൈഡ് സർജ് ടു 99%. 2012 99% മെയിൽ സൂയിസൈഡ് സർജ് ചെയ്തത്, ഫീമെയിൽ സ്റ്റുഡൻറ്റ് സൂയിസൈഡ് 92% ഉണ്ട് എന്ന് റിക്രൂട്ട് ബ്യൂറോ കണക്ക് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ കണക്കുകൾ നോക്കി വായിച്ച് നിങ്ങളോട് പറയുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. ഇതിലൊന്നും തന്നെ നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, ഭംഗിയായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്ത്, ഇത്രയും സുന്ദരമായ ലോകത്ത് ജീവിക്കാനുള്ള ഒരു കഴിവ് തനിക്കില്ല എന്ന് തോന്നുന്ന ഒരു തോന്നൽ എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് തോന്നുന്നു? അതിലെന്തിനാണ് കോമ്പറ്റീറ്റീവ് എക്സാം, സിവിൽ സർവീസ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി ഇത്രയും മരിച്ചു കിടന്ന് പഠിക്കുകയും ഒത്തിരി ഡിപ്രഷനായിട്ട് വരുന്ന കുട്ടികൾ ഞങ്ങളുടെ ഹാപ്പിനെസ് ക്ലിനിക്കിൽ വരാറുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് ഇന്ന് പഠിക്കണ്ട എന്ന്, തൽക്കാലം പഠിക്കേണ്ട എന്ന്. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. പലരും ഈ ഒരു മാനസിക സംഘർഷം കഴിയാതെ ഡ്രഗ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു വലിയ കണക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഇതിൽ ഇത്രയധികം വളർച്ച സൂയിസൈഡിൽ ഉണ്ടായിരിക്കുന്നത് മരണഭയത്തെക്കുറിച്ചിട്ടല്ല, തനിക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, താൻ പരീക്ഷയിൽ തോറ്റു പോകുന്നുണ്ട്. എവിടെ നിന്നാണ് ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ഇത്രയും സങ്കടങ്ങൾ ആരാണ് കൊടുക്കുന്നത് എന്ന് പ്രത്യേകം ചിന്തിക്കുക. ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഈ കണക്ക് വായിച്ചതിൽ നിന്നും ഈ കോർട്ട് ഓർഡറിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നോൺ ബൈനറി ജെൻഡേഴ്സിനെ കുറിച്ചിട്ടോ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ടോ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇങ്ങനെ ഒരു കണക്ക് നമ്മൾ സൂക്ഷിച്ചിട്ടും ഇല്ല എന്ന്. അപ്പോൾ ഡെമോക്രറ്റൈസ് ചെയ്യപ്പെടണം എഡ്യൂക്കേഷൻ, അത് എല്ലാ ജെൻഡറിലേക്കും എത്തണം. ഈ ഒരു 7-ാം പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ മരണത്തെക്കുറിച്ചിട്ടോ നോൺ ബൈനറി ജെൻഡേഴ്സിൻ്റെ മരണത്തെക്കുറിച്ചിട്ടോ എന്തുകൊണ്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അസഹിഷ്ണുത ഈ ഒരു സൂയിസൈഡിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് എന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ചെയ്യുന്ന നിങ്ങളോട് ഇതിൽ ഓരോ പോയിന്റുകളും അത്യപൂർവമായ പ്രാധാന്യം ഉണ്ട് എന്ന് ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ലേഖനം വായിച്ചതിൽ നിന്നാണ് ഞാൻ ഈ ഒരു 60-70ഓളം പേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചത്. വളരെയധികം സന്തോഷം തോന്നി. ഒരു പെൺകുട്ടിയുടെ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ നിന്നുള്ള നിയമയുദ്ധം ഈ ലോകത്തുള്ള, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ കുട്ടികളുടെയും സേവനത്തിനായ ഒരു നിയമമായി മാറിയതിന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോട് തീരാത്ത കടപ്പാടും ഒപ്പം ആ അച്ഛനോട് അതിനായി ഫൈറ്റ് ചെയ്ത, തൻ്റെ മകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത അച്ഛനോടുള്ള ബഹുമാനവും കടപ്പാടും ഒരുപാട് സ്നേഹത്തോടെ അറിയിക്കുന്നു. ഒപ്പം ഒരു സങ്കടവുമുണ്ട്, ഇത് ലേറ്റായി പോയിട്ടും ഇതാരും അറിയാതെ പോയിരിക്കുന്നു, ഇത് വൈകിപ്പോയിട്ടും ഇതാരും ശ്രദ്ധിക്കാതെ പോയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എൻ്റെ സമയം ഇതിനായി മാറ്റിവെച്ചത്. പ്രിയപ്പെട്ടവരെ, ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതാണ്ട് അവരുടെ 210ാമത്തെ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് ഞാൻ വായിക്കുകയുണ്ടായി. അതിതാണ്,
സൂയിസൈഡ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോളോ ഓൺ എപ്പിഡമിക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൂയിസൈഡ് നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു എപ്പിഡമിക് ആണ് എന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദികൾ സിസ്റ്റമാണ് എന്ന്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ അമിത് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഒരു കേസിൽ ഈ ഒരു കുട്ടികളുടെ സൂയിസൈഡിനെ കുറിച്ചിട്ടുള്ള പഠനം ബഹുമാനപ്പെട്ട ജുഡീഷ്യറി ചെയ്തപ്പോൾ അതിലെടുത്തു പറയുന്നുണ്ട്, ഈ ഞാൻ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വെർദർ ഇഫക്റ്റ്. ഒരു സൂയിസൈഡിനെ നമ്മൾ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയും അതിന് മീഡിയ കൊടുക്കുന്നൊരു പ്രാധാന്യത്തിൻ്റെയും ബേസിസിലാണ് കൂടുതൽ ഇതൊരു എപ്പിഡമിക് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് എന്ന്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതിനൊരു പ്രാധാന്യം, ഇത്രയധികം പ്രാധാന്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്തിട്ട് അത് ഒന്നുകൂടെ അറിയുക. ഇത് എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും 5 കുട്ടികൾ പഠിക്കാൻ വരുന്ന ഒരിടത്തിൽ പോലും ഒരു കൗൺസിലർ നിർബന്ധമാക്കിയിരിക്കണം, അതും ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് കൗൺസിലർ നിർബന്ധമാക്കിയിരിക്കണം എന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ഉത്തരവിലേക്ക് ഇത് പോകണമെങ്കിൽ എത്രത്തോളം നമ്മുടെ കുട്ടികൾ മരണപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നത് തിരിച്ചറിയേണ്ടുന്ന സമയം വൈകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, റൈറ്റ് ടു ലൈഫ് ആർട്ടിക്കിൾ 21 ആണ്. അതിൽ വളരെ വ്യക്തമായും മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കണമെന്നത് സുവ്യക്തമാണ്. നാഷണൽ മെൻ്റൽ ഹെൽത്ത് സ്ട്രാറ്റജി ഫാമിലി വെൽഫെയർ കൗൺസിൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ഉമ്മീദ്. അത് നിർബന്ധമായും നടപ്പിലാക്കണമെന്നുമുണ്ട്. U for understand, M for manage, then M for motivate, E for empower, then empathize, then develop. അതാണ് ഉമ്മീദ്. UMMEED. ഈ ഉമ്മീദും മനോദർപ്പണവും ഒക്കെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രോട്ടോക്കോൾ പ്രകാരം 2017 മെൻ്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം നിർബന്ധമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒരു ലീഗൽ സൈഡ് അതിന് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഇത് ബോധവൽക്കരണമാണ്. അപ്പോൾ ഒരു സ്കൂളിലേക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കോളേജിലേക്ക്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സെൻറ്ററിലേക്ക്, ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് ഒക്കെ പോകുമ്പോൾ 100 കുട്ടികൾക്ക് ഒരു മെൻറ്റോർ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു വ്യക്തി അവിടെ എക്സ്പീരിയൻസ്ഡ് ആയ, വളരെ വെൽ എക്യുപ്ഡായി ട്രെയിൻഡായ ഒരു വ്യക്തി ഉണ്ടാകണമെന്ന് ജൂലൈ 26, 2025 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയിക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ. അത് ഈ ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പം തന്നെ ചോദിക്കണം, എൻ്റെ കുഞ്ഞിനൊരു പ്രശ്നം വന്നാൽ ഞാൻ വീണ്ടും 1 മണിക്കൂറിന് ഇത്ര രൂപ വീതം കൊടുത്തിട്ട് ഒരു പ്രൈവറ്റ് സെൻറ്ററിൽ പോവേണ്ടതുണ്ടോ? എനിക്ക് ഈ സ്കൂളിനെ വിശ്വസിക്കാമോ? എനിക്ക് ഈ കോളേജിനെ വിശ്വസിക്കാമോ? എൻ്റെ കുഞ്ഞു കോളേജിലേക്ക് പോകുമ്പോൾ അവൻ ചിലപ്പോൾ ഒരു ഡ്രഗിലേക്ക് പോകാം, ചിലപ്പോൾ അവന് എന്തെങ്കിലും രീതിയിലുള്ള സോഷ്യൽ ഇഷ്യൂസിലേക്ക് പോകാം. അവിടെ അവനെ സേവ് ചെയ്യാൻ നിങ്ങളിൽ ഒരാളുണ്ടോ എന്ന് നമ്മൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? സോ ഉമ്മീദും മനോദർപ്പണും നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയും ഒന്നും നമുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ സമയം കിട്ടണമെന്നില്ല. പക്ഷേ നമുക്കൊന്ന് ചിന്തിച്ചുകൂടെ, എന്തുകൊണ്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി വളരെ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു? ഞാൻ പറഞ്ഞില്ലേ, പ്രണയ നൈരാശ്യം കൊണ്ടോ ഡ്രഗ്സ് കൊണ്ടോ അല്ല, കൂടുതലും അക്കാഡമിക് ഫെയിലുവേഴ്സിൽ കുട്ടികൾ പോണു എന്നാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത്? നമ്മൾ ആരെയാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ ആരെ കാണിക്കാനാണ് ജീവിക്കുന്നത്? ഇതൊക്കെ നമുക്കൊന്ന് തിരിച്ച് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, പ്ലീസ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഏതാണ്ട് 15ഓളം ഗൈഡ് ലൈനുകൾ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 3 ഞാൻ നിങ്ങളോട് പറഞ്ഞു. 4-മത്തേത് എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കോച്ചിങ് സെൻറ്റേഴ്സിനും മതിയായ രീതിയിലുള്ള അക്കാഡമിക് പെർഫോമൻസിന് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടുന്ന ABCDE ഓർ
ഓരോ ഗ്രേഡ് നമ്മൾ കൊടുക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞേക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പറയാറുണ്ടല്ലോ, എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, തോറ്റുപോയി, ജയിച്ചുപോയി. തോറ്റുകുട്ടി നിങ്ങൾ കണ്ടതാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോയതിന് കൂട്ടുകാരിൽ നിന്നും പിരിച്ച് എ ഡിവിഷനിലുണ്ട ഒരാളിനെ സിയിലേക്ക് മാറ്റിയോ ഡിയിലേക്കോ മാറ്റിയതുകൊണ്ട് ജനാലയ്ക്കരികിൽ ആത്മഹത്യ ചെയ്ത 14 വയസ്സുകാരി കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. നമ്മൾ ആരെയാണ് ഗ്രേഡ് ചെയ്യാൻ? നമ്മൾ ആരാണ്? നമ്മൾ ആരുമല്ല. അപ്പോൾ ചില പാരൻസ് എന്നോട് ചോദിക്കാം, അപ്പോൾ കുട്ടികൾ പഠിക്കണ്ടേ, ഗ്രേഡ് നല്ലതല്ലേ? അല്ല, ഇത് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്കുണ്ടാകുന്ന കോട്ടങ്ങളും നേട്ടങ്ങളെയും നമ്മളൊന്ന് മൊത്തത്തിൽ വിലയിരുത്തി നോക്കൂ. അതുകൊണ്ട് ഗ്രേഡ് പാടില്ല എന്ന് ഇതിൻ്റെ ഗൈഡ് ലൈനിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ടെലിമനസ് പ്രോഗ്രാമുകളും ഹോസ്റ്റലുകളിലും റെസിഡൻഷ്യൽ സ്കൂളുകളിലും നിർബന്ധമായും റെസിഡൻഷ്യൽ കൗൺസിലേഴ്സ് അത്യാവശ്യമാണ്. അവർക്ക് നല്ലവണ്ണം ട്രെയിൻഡ് ആയിരിക്കണം. ടെലിമനസ് പ്രോഗ്രാമുകൾ, സൂയിസൈഡ് പ്രിവെൻഷൻ ഹെൽപ്പ് ലൈനുകൾ തുടങ്ങിയത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൃത്യമായി പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്കൂൾ ടെക് സ്കൂൾ, എൻ്റെ സ്കൂൾ സ്റ്റെം ഉള്ള സ്കൂൾ, എൻ്റെ സ്കൂൾ റോബോട്ടുള്ള സ്കൂൾ, എൻ്റെ സ്കൂൾ ഹാപ്പി സ്കൂൾ എന്ന് ചെയ്യാൻ പറഞ്ഞപ്പോൾ പല എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞങ്ങളോട് പറഞ്ഞിരുന്നു, സെലീന, ഈ മെൻ്റൽ ഹെൽത്തിന് അത്ര പ്രശ്നമൊന്നും നമ്മുടെ സ്കൂളിലെ പിള്ളേർക്കില്ല, അല്ലെങ്കിൽ ആർക്കും ഭ്രാന്തില്ല. പ്രിയപ്പെട്ടവരെ, ഭ്രാന്തല്ല മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ ഭ്രാന്ത് ഉണ്ടാകുമ്പോഴാണ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ എന്നതില്ല. ജീവിക്കണ്ട എന്ന് തോന്നുന്നത് ഞാൻ ഒന്നിനെയും കമ്പയർ ചെയ്യുന്നില്ല, ഏറ്റവും വലിയ അവസ്ഥകേടല്ലേ? നോക്കൂ, എനിക്കിന്ന് ജീവിക്കണ്ട എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എത്രമാത്രം പെയിൻഫുള്ളായിരിക്കും. അതൊരു കുഞ്ഞു കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞു കുട്ടിക്ക് 18 വയസ്സിൽ താഴെയുള്ള ഒരു ചൈൽഡിനത് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തുമാത്രം പെയിൻഫുള്ളായിരിക്കുമെന്ന് ചിന്തിക്കുക. ഇതിൽ നമ്പർ 3, 4, 5 ഒരുപോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ ഇനിയിപ്പോൾ ഈ പറയുന്നത് കൊണ്ട് എല്ലാം വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ കുട്ടി പോയി സൂയിസൈഡ് ചെയ്യുമെന്ന് ചോദിക്കുന്ന ചില പാരൻസ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ടല്ല പറയുന്നത്. അക്കാഡമിക് പെർഫോമൻസിൻ്റെ പ്രഷർ കൊണ്ട് ഒരു കുഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ചിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്തെ ഗൈഡ് ലൈൻ നമ്പർ 6 ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട് പറയുന്നത്, എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ്, ഡ്രൈവർ തുടങ്ങി എല്ലാവരും കൃത്യമായി എന്ത് ചെയ്യണം? ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും മിനിമം പ്രൊഫഷണൽ ട്രെയിനിങ് എടുത്തിരിക്കണം. അത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, ട്രോമ തുടങ്ങിയ സംഗതികൾ എങ്ങനെ നമ്മൾക്ക് കുട്ടികൾക്കുണ്ടായാൽ തിരിച്ചറിയാം, അതെങ്ങനെ പ്രാക്ടീസ്ഡ് ആകാം എന്നതിനെക്കുറിച്ച് ട്രെയിനിങ് എടുക്കണമെന്നുണ്ട്. ഇവിടെ എനിക്ക് ചേർത്ത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. മനഃശാസ്ത്രം എന്നുള്ളത്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന ട്രെയിനിങ് പറഞ്ഞ് നമ്മൾ ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ അഭിപ്രായങ്ങളിൽ പോസിറ്റീവായ ഒരു 50 പേരുണ്ട് എങ്കിൽ ബാക്കി ഒരു 50% ആളുകളും ഞങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാം അറിയാം, ഞങ്ങളുടെ ടീച്ചേഴ്സ് സീനിയേഴ്സാണ്, അവർ എക്സ്പീരിയൻസ്ഡ് ആണ്, അവർ കുറേ വിവരമുള്ളവരാണ് എന്ന് പറഞ്ഞ് മാറ്റിവിടുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റം ചെയ്യേണ്ടത്, ഇതെത്ര സ്കൂളുകൾ ഫോട്ടോ അല്ലാതെ പ്രകൃതിയാൽ ചെയ്യുന്നു എന്ന് സൈക്കോളജിക്കൽ സൈക്കോമെട്രിക് ടെസ്റ്റുകൾ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കൂൾ സംവിധാനം ഉണ്ടായേ മതിയാവുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അക്വാറിയമുള്ള സ്കൂൾ, സ്വിമ്മിംഗ് പൂളുള്ള സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ കോളേജ്, അത് ഇതെന്ന് പറയുന്നതിൻ്റെ കൂടെ സൂയിസൈഡ് ഫ്രീ ക്യാമ്പസ്, ഡ്രഗ് ഫ്രീ ക്യാമ്പസ്, ഡിറ്റോക്സ് ഈസ് ദെയർ ഇൻ അവർ ക്യാമ്പസ്, ഡിജിറ്റൽ ഡിറ്റോക്സ് ഏരിയാസ് തുടങ്ങി മികച്ച സംവിധാനങ്ങളുള്ള ഒരു ഫെസിലിറ്റേഷൻ നമ്മൾ ഇന്ന് നടപ്പിലാക്കും. നിയമങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും നമ്മുടെ നാട്ടിലില്ല. ഇതിൻ്റെ എക്സിക്യൂഷൻ പാർട്ട് വളരെ വ്യക്തമായി ഈ വിധി പകർപ്പിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് കുറേ കാലങ്ങളായി പ്രസംഗിച്ചും പ്രവർത്തിച്ചും പ്രാവർത്തികമാക്കിയും നമ്മൾ പറയാറുണ്ട്,
നമ്മൾ മറക്കുകയും മരുന്നാവുകയും ചെയ്യണമെന്ന്. മറക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും, പക്ഷെ മരുന്നാകാൻ നമ്മൾക്ക് എത്ര പേർക്ക് പറ്റും? അതുകൊണ്ട് ഓരോ കുട്ടിയും മറന്നു പോകുന്നത് നമ്മൾക്കും, ഓരോ കുട്ടിയും വേദനയായി മാറുന്നത് രക്ഷകർത്താക്കൾക്കും ഈ രാജ്യത്തിനുമാണ്. ഈ രാജ്യത്തിന് ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. നമ്മുടെ മഹാരാജ്യത്തിന്, യൂത്തിന് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഏതൊരു രാജ്യത്തിൻ്റെയും യഥാർത്ഥ സ്വത്ത് ആ രാജ്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണല്ലോ വളരെ കുഞ്ഞു രാജ്യത്തിൽ 18,000 കുട്ടികൾ മരിച്ചപ്പോൾ ലോകം മുഴുവൻ കരയുന്നത്. അതുപോലെ നമ്മുടെ രാജ്യത്തും 5,400ഓളം കുട്ടികൾ കഴിഞ്ഞ വർഷം സ്വയം മരണപ്പെട്ടു. ആരും കൊന്നതല്ല, ആരും യുദ്ധത്തിൽ കൊന്നതല്ല, ആരും ബോംബിട്ട് കൊന്നതല്ല, പകരം സ്വയം മരിച്ചതാണ്. ഏതാണ് കുറച്ച് കൂടുതൽ തീവ്രതയുള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ. സ്വയം മരിച്ചതാണോ അതോ യുദ്ധത്തിൽ കൊല്ലുന്നതാണോ ഏറ്റവും അധികം വേദനയുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ പ്രത്യേകം ചിന്തിക്കുക. ഒരു കൂട്ടം കുട്ടികളെ കൂട്ടക്കുരുതി നടത്തുന്നതാണോ വേദന? അതിനേക്കാൾ മഹാവേദന ഒരു കുഞ്ഞു മനസ്സ് വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു 17 നില കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് താഴേക്ക് ചാടുന്ന ഒരു 12 വയസ്സുകാരൻ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അങ്ങനെ ഉണ്ടാകാവുന്ന ഓരോ കുട്ടികളും ഉള്ളപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിനോട് എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെന്ന് സ്വയമേവ പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഗൈഡ് ലൈൻ നമ്പർ 7 പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വൾണറബിൾ, മാർജിനലൈസ്ഡ്, സെൻസിറ്റീവ്, ബൈനറി, നോൺ ബൈനറി, അതുപോലെ ഇൻക്ലൂസീവ്, ഹോളിസ്റ്റിക്കായ, ചലഞ്ചഡായ, അത് എല്ലാ തരത്തിലും ചലഞ്ചഡായ, ഡിസേബിൾഡ് ആയിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, LGBTQ-നെയും, എല്ലാ ജെൻഡർ ഫെസിലിറ്റേഷൻസിനെയും, ഒപ്പം ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർ, OBC, SC, ST തുടങ്ങി എല്ലാ തരത്തിലുമുള്ള കുട്ടികൾക്കും പൂർണ്ണ പരിഗണന നൽകിക്കൊണ്ട് നമ്മളുടെ സംവിധാനം, നമ്മുടെ സുപ്രീം കോർട്ട് ഗൈഡ് ലൈൻ നമ്പർ 7 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിനൊരു ഫെയിലുവർ വരാതെ ശ്രദ്ധിക്കാൻ, നിങ്ങൾ മരണപ്പെട്ടുപോയ ഓരോ കുട്ടിയുടെയും സ്കൂളുകളിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുകയാണിപ്പോൾ. ആ സ്കൂളുകളിൽ നല്ല പ്രൊഫഷണലായ കൗൺസിലേഴ്സ് ഉണ്ടോ? ആ സ്കൂളിൽ എന്തും സങ്കടങ്ങൾ പറയാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പാളുണ്ടോ? ആ സ്കൂളിൽ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക എന്ത് ചോദിച്ചാലും ചേർത്ത് വയ്ക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ഉണ്ടോ എന്ന് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ അറ്റ്ലീസ്റ്റ് മരണപ്പെട്ടതെല്ലാം ഞങ്ങൾ പഠിക്കുകയാണ്. തീർച്ചയായിട്ടും റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുക തന്നെ ചെയ്യും. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ മരണപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഗൈഡ് ലൈൻ നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിടുന്നു. എൻ്റെ ഈ വീഡിയോ ഒക്കെ വളരെ കുറച്ച് പേരാണ് കാണുന്നത്, പക്ഷേ എനിക്ക് ആ കുറച്ച് പേർ മതി. അത് ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ബെൽ ബട്ടൺ അമർത്തണമെന്നോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഈ കാര്യങ്ങൾ കേട്ടു നോക്കൂ. നമ്മുടെ കുട്ടി സേഫാണോ നമ്മുടെ വീട്ടിൽ? അവനെ പെട്ടെന്നൊരു ദിവസം സൂയിസൈഡ് കാർന്നെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് അപ്പുറത്ത് നടക്കുന്ന വേദന അപ്പുറത്തതാണെന്നും നമ്മുടെ വീട്ടിൽ നടന്നാൽ മാത്രം നമ്മുടേതാണെന്നും ചിന്തിക്കാതെ ഓരോ വേദനകൾക്കും കണ്ണ് നനഞ്ഞു നോക്കൂ. ഇത് നമ്മുടെ അടുത്തെത്തി നിൽക്കുന്നു എന്നാണ് ഈ സുപ്രീം കോടതി വിധി നമ്മളെ പഠിപ്പിക്കുന്നത്.